ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദീവരം തറവാട്ടിൽ പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ നന്ദയുടെ ആ ഒരു സത്യത്തിൽ നന്ദ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നും അല്ലല്ലോ. നമ്മുടെ നന്ദ അറിയാതെ ഒരു കയ്യബദ്ധം പറ്റി പോയതാണ്. നിർമ്മലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞ് കേൾക്കാണ്. കുഞ്ഞ് അത് കേട്ടിട്ട് കുഞ്ഞത് മനസ്സിൽ വെച്ചു. നന്ദിയോട് ചോദിച്ചൊന്നുമില്ല, മനസ്സിൽ വെച്ചിട്ട് നേരെ ഇന്ദീവരം തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആ കുഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും അതുപോലെ നമ്മുടെ പിങ്കിയുടെ മാനസികാവസ്ഥയും ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയും ഗൗതമിന്റെ മാനസികാവസ്ഥയും ആകെ മൊത്തം മാറി മറിയുകയാണ്. നമ്മുടെ ഗൗതമിന്റെ മുന്നിൽ നന്ദ വില്ലത്തിയായിട്ട് മാറുകയാണ്. അപ്പൊ നന്ദ ഇത് പറഞ്ഞു എന്നാണ് നമ്മുടെ ഗൗതം വിശ്വസിക്കുന്നത്. നന്ദ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കാര്യം പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇച്ചിരി വിവരവും ബോധമുള്ളവർ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ ഗൗതം ചിന്തിക്കും. ഗൗതം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ കുട്ടിയാണെങ്കിൽ തിരിച്ചെത്തിയിട്ട് ഈ കുട്ടി ഈ വീട്ടിൽ വന്ന് പഴയതുപോലെയല്ല നമ്മുടെ നന്ദു പെരുമാറുന്നത്. നമ്മുടെ നന്ദുവിനാകെ മൊത്തം മാറ്റങ്ങളാണ്. അപ്പൊ നന്ദുവിന്റെ ഈ ഒരു അകൽച്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പിങ്കിക്ക്. അങ്ങനെ നമ്മുടെ പിങ്കിയും ഗൗതമും മാറി മാറി ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്താ പറ്റിയത്, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചിട്ടൊന്നും ഈ കുട്ടി ആദ്യം ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു കേട്ടോ. കാരണം ഈ കുട്ടി സാധാരണ നമ്മുടെ കുട്ടികള് നമ്മളോട് എന്നും പെരുമാറുന്നത് പോലെ അല്ല പെരുമാറിയത്. പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പിങ്കിക്കും ഗൗതമിനും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പിടിച്ചിരുത്തി ഗൗതമിനോട് പറയുകയും ചെയ്തോട്ടെ, എന്ത് പറ്റി ഗൗതം, എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെ, അവനെന്തോ അവനല്ല തിരിച്ചു വന്നത്. ഇന്ന് അവൻ രാവിലെ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ സ്വഭാവത്തിന് ആകെപ്പാടെ മാറ്റമാണ്. എനിക്കറിയില്ല എന്താണെന്ന്. ഗൗതം രാവിലെ കൊണ്ടുവിട്ടപ്പോൾ അവന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നുവല്ലോ. എന്താണെങ്കിലും അവനോടൊന്ന് ചോദിക്കാം നമുക്ക്, എന്താ അവനിങ്ങനെ നമ്മളോട് അകന്നകന്ന് മാറി പെരുമാറുന്നത്, അകൽച്ച കാണിക്കുന്നത് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം, മോനെ നന്ദു ഇങ്ങ് വന്നേ, ദേ പപ്പ ചോദിക്കട്ടെ കൊച്ചിനോട് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ വിളിച്ച് ഇരുത്തി സോപ്പിട്ട് ചോദിക്കാൻ വേണ്ടി, മോനെ എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു, അതേ ഈ ഇരിക്കുന്ന പപ്പ എൻ്റെ യഥാർത്ഥ പപ്പയല്ലല്ലോ, ഈ ഇരിക്കുന്ന അമ്മ എൻ്റെ യഥാർത്ഥ അമ്മയല്ലല്ലോ, എനിക്ക് സത്യം പറഞ്ഞാലേ ആരുമില്ലല്ലോ, ഞാൻ ഒരു അനാഥനല്ലേ. ഇത് കേട്ടത് നമ്മുടെ ഗൗതമും പിങ്കിയും ഞെട്ടിപ്പോയി. പിങ്കി, എന്താ മോനെ നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, ഞാൻ സത്യം തന്നെയാ പറയുന്നത്, ഞാന് ഇതൊക്കെ അറിഞ്ഞു, എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, അതല്ലേ സത്യത്തിൽ ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ലാത്തത്. എനിക്കിപ്പം മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നെ ദത്തെടുത്തതാണല്ലേ എന്നൊക്കെ വീണ്ടും വീണ്ടും കൊച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന് സഹിക്കാൻ പറ്റത്തില്ല. ഗൗതം പറഞ്ഞു, മോൻ ഇതെവിടെന്ന്, മോനോട് ഇതാരാ പറഞ്ഞു തന്നത്, ഇത് വെറും മണ്ടത്തരവാ, ഇത് മോനെ ശരിയല്ലത്, മോനോട് ഇത് ആര് പറഞ്ഞു തന്നു അത് പറ. പിന്നെ ഡോക്ടർ ആന്റി നോണ പറയോ? ഒരിക്കലും ഡോക്ടർ ആന്റി നോണ പറയില്ല, അതെനിക്കറിയാം, എന്റെ ഡോക്ടർ ആന്റി നോണ പറയത്തേ ഇല്ല. അപ്പൊ പിന്നെ ഡോക്ടർ ആന്റി പറഞ്ഞതല്ലേ, അപ്പൊ ഇത് സത്യമാവില്ല എന്ന്. വല്ലാത്തൊരു ഷോക്കായി പോയി നമ്മുടെ ഗൗതമിന്റെ മുഖത്തേക്ക് പിങ്കി നോക്കുകയാണ്. പിങ്കിക്കും എന്ത് പറയണമെന്ന് ആ നിമിഷം അറിയില്ല. കുട്ടി ഇത്രയും പറഞ്ഞിട്ട് നേരെ ബാത്റൂമിനകത്ത് കയറി വാതിലടച്ചിട്ടിരിക്കുക. ഞാൻ ഇറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ഭയങ്കര പിടിവാശി. നമ്മുടെ ഗൗതമിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരികയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ലക്ഷ്മി വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, വേറൊന്നും അല്ല, എൻ്റെ മോൻ എല്ലാം അറിഞ്ഞു, അവൻ്റെ അമ്മയല്ല ഞാനെന്നും അവൻ്റെ അച്ഛനല്ല അവൻ്റെ പപ്പയല്ല ഗൗതം എന്നൊക്കെ അറിഞ്ഞു, എൻ്റെ മോൻ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് എനിക്ക് പേടിയാ അമ്മേ, എനിക്ക് പേടിയാ, എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പോഴത്തേക്കും ആണ് നമ്മുടെ അരുന്ധതി ഇത് കേട്ടോണ്ട് അരുന്ധതി പറഞ്ഞു, എല്ലാവർക്കും തൃപ്തിയായല്ലോ, ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. പിങ്കി, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതാ അവളെ അടുപ്പിക്കരുത് അടുപ്പിക്കരുതെന്ന്. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല. എല്ലാവർക്കും അവളോട് ബഹുമാനവും സ്നേഹവും ഒക്കെ അല്ലായിരുന്നു. എന്നിട്ടിപ്പൊ എന്താ പറ്റിയത്? ഞാൻ ഇതാ പറഞ്ഞത്, അചൂർണം പിടിച്ചവള് വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട് മുടിയും. ഈ 3-4-5 വർഷമായിട്ട് ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവന്റെ ചിരിയും കളിയും ഒക്കെ കണ്ട് നടന്നു പൊക്കോണ്ടിരുന്നല്ലേ? എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് അവന്റെ ചിരിയിലും കളിയിലും ഒക്കെ അല്ലായിരുന്നോ
നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ആ കുട്ടിയോട് പറയാൻ പറ്റുന്ന കാര്യമാണ് അവള് പറഞ്ഞിരിക്കുന്നത്. അവളപ്പൊ എന്തിനാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? നിങ്ങൾ തകർക്കാൻ വേണ്ടി മാത്രമാ. പിങ്കി, ഞാൻ 1000 തവണ നിന്നോട് പറഞ്ഞാന്ന് പറഞ്ഞു ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നമ്മുടെ അരുന്ധതി. പിങ്കി ആണെങ്കിൽ ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാരിക്കിടന്ന് കരയാണ് കേട്ടോ. എനിക്കറിയില്ലമ്മേ, എൻ്റെ മോൻ എന്നിൽ നിന്ന് അകന്നു പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അവൻ്റെ അമ്മയല്ല ഞാനെന്ന് അവൻ പറയുന്നത്. എനിക്കറിയില്ല, എൻ്റെ മോന് എന്തെങ്കിലും സംഭവിക്കുമോ, അവനെന്നെ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗൗതമിന് ദേഷ്യം വരാൻ തുടങ്ങി. ഗൗതം കാലി തുള്ളിയിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അരുന്ധതി ഗൗതമിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നിനക്കും തൃപ്തിയായല്ലോ, നിന്നോടും ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ പറ്റൂ. പിങ്കി ഓരോ വാശി കാണിക്കും. കാരണം അവളുടെ കുഞ്ഞ് ഒന്ന് നടന്നു കാണണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിനക്കൊന്ന് ചിന്തിക്കാമായിരുന്നു, നിനക്ക് നന്ദയെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നിട്ടും അവളെ എന്തിനാടാ നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഈ വീടിന്റെ നാശത്തിലേക്കല്ലേടാ ഇപ്പം പോയേക്കുന്നത്? ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേടാ? അവൾ എന്തൊരു ദുഷ്ടത്തിയാടാ. അവൾക്ക് മനുഷ്യ മനസ്സുണ്ട്. അവളൊരു സ്ത്രീയാണോ? ഒരു കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ അവള് ആ കുട്ടിയോട് പറഞ്ഞത്? ഇതൊക്കെ കേട്ട് രോക്ഷോകുലരായിട്ട് നമ്മുടെ ഗൗതം നേരെ ഫോൺ എടുത്തിട്ട് നന്ദേനെ വിളിക്കുക. നന്ദ ഗൗതമിന്റെ ഫോൺ കണ്ടു. എന്നതിനെ വിളിക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഫോൺ എടുത്തിട്ട്, ഹലോ, എന്താ ഗൗതം, എന്തെങ്കിലും സംശയം ചോദിക്കാൻ വിളിച്ചാണോ? നിർത്തടി നിന്റെ സംശയം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഹരാസ്മെന്റിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ഗൗതം എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എന്താ പറയുന്നതെന്ന് നിനക്ക് അറിയണമല്ലേടി? എടി, നിനക്ക് സമാധാനമായോ? നിനക്കിപ്പൊ സമാധാനമായോ? എല്ലാം ഞാൻ നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ, നീ പോയതിൽ പിന്നെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. അത് വലിയ അബദ്ധമായിപ്പോയി. നിന്നെ കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി. എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാല്, എൻ്റെ മകൻ എന്നെ വിട്ടു പോയാല്, ദേ നന്ദ, ഈ ഗൗതമിന് മറ്റൊരു മുഖമുണ്ട്, അത് നീ കണ്ടിട്ടില്ല. ആ മുഖം ഞാൻ എടുക്കും നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞപ്പോ, എന്താ ഗൗതം, ഇതെന്താ നിങ്ങൾ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോണം. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി, നിങ്ങളുടെ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എന്നെ അപമാനിക്കുന്നു. ഓഹോ, അത് കൊള്ളാലോ. മിണ്ടിപ്പോകരുത്, അപമാനിക്കുന്നു. എടി, നീ ഒരു ഡോക്ടറാണോ? ഒരു ഡോക്ടറിന്റെ എത്തിക്സിന് നിരക്കുന്ന പരിപാടിയാണോ നീ ചെയ്തത്? ഒരിക്കലും അല്ലല്ലോ. ഒരു പിഞ്ചു കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ നീ പറഞ്ഞത്? നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേടി അത് അവനൊരു ദത്തുപുത്രനാണെന്ന്. ആ കുട്ടിയോട് എന്തിനാടി നീ ഈ മഹാപാപം ചെയ്തത്? ആ കുട്ടിയോട് എന്തിനാടി നീ ഇതൊക്കെ പറഞ്ഞത്? ഇത് കേട്ടത് എന്തു പറഞ്ഞെന്ന് ഗൗതം എന്തായി പറയുന്നത്? നീ അല്ലല്ലേ അപ്പൊ അവനോടെല്ലാം പറഞ്ഞത്? അവനെന്താ നീ പറയാതെ എങ്ങനെ അവൻ അറിഞ്ഞു? അവൻ പറഞ്ഞത് നീ പറഞ്ഞിട്ട് തന്നെയാന്നാ. എൻ്റെ കുഞ്ഞിനോട് നീ പറഞ്ഞല്ലേ അവന്റെ പപ്പയും അവന്റെ അമ്മയും ഞങ്ങളല്ലാന്ന്. ഇത് കേട്ടത് പിന്നെയും നമ്മുടെ നന്ദയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന. നന്ദ പറഞ്ഞു, ഞാൻ അവനോട് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഗൗതം, ഞാൻ പറഞ്ഞിട്ടില്ല ഗൗതം സാർ എന്നിങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഏതായാലും ഈ സമയത്ത് മതി, നിന്റെ സേവനം മതി, നിർത്തിപ്പൊക്കോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗൗതം ഫോണും വെച്ചു. ഈ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിലോ ഇങ്ങനെ ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല, താനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ നന്ദ ഓർത്തത് ആ ഒരു കാര്യം. അപ്പം ഇനിയിപ്പം ഞാൻ നിർമ്മലിനോട് പറഞ്ഞത് ആ കുട്ടി വല്ലതും കേട്ട് കാണുമോ എന്നൊരു ചിന്ത പോവുകയാണ് കേട്ടോ. ഏതായാലും നിർമ്മലിനോട് പറഞ്ഞത് തന്നെയാണ് കേട്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ നന്ദ അതങ്ങനെ ചെയ്യില്ല. നന്ദ ഒരിക്കലും മനഃപൂർവ്വം ആ കുട്ടിയോട് പറയില്ലല്ലോ. നന്ദ എന്നല്ല, സാമാന്യ മര്യാദയും ബുദ്ധിയും ബോധവുമുള്ള ഒരു സ്ത്രീകളും പറയുന്ന കാര്യമല്ല. സ്ത്രീകൾ എന്നല്ല, ഒരു മനുഷ്യരും അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വാശി വൈരാഗ്യം ഒക്കെ വേണം. എങ്കിൽ പോലും കുട്ടികളെ വേദനിപ്പിക്കാൻ ആരും തയ്യാറാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ നന്ദ തയ്യാറാവില്ല. നന്ദയ്ക്ക് ഒരു അബദ്ധം പറ്റി പോയതാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ഗൗതമിന് ഓരോ ദിവസം ചെല്ലും തോറും നന്ദയോടുള്ള ദേഷ്യം കൂടി വരികയാണ്. അപ്പൊ ഇനിയും ദേഷ്യം കൂടാനുള്ള കാരണം സഹിതം നമ്മുടെ നന്ദ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കുറച്ച് ലേറ്റ് ആയി പോയി ഇന്ന്, എനിക്കറിയാം. നമുക്ക് ഇന്ന് സ്കൂളിൽ വരെ ഒന്ന് പോകണമായിരുന്നു, മക്കളുടെ സ്കൂളിൽ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രമോ വന്ന ഉടനെ നാളത്തെ വിശേഷം ഇടാതിരുന്നത്. നാളെ കറക്റ്റ് സമയത്ത് തന്നെ ഉച്ചയ്ക്ക് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം
ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേര് കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ ഒരു വിശേഷം കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയൊക്കെ. അപ്പം അതുകൊണ്ടാട്ടോ വന്നത്. പിന്നെ നമ്മുടെ നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇവിടുത്തെ ഫുള്ള് നീര് പോയിട്ട് ഇപ്പം ഇങ്ങോട്ടായിട്ടുണ്ട്. ഇച്ചിരി ചെറിയ നീരേ ഉള്ളൂ, അതങ്ങ് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അസുഖമൊക്കെ കുറഞ്ഞു. അപ്പം ഇനി സ്ഥിരമായിട്ട് നമ്മളിന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.